നെടുമങ്ങാട് മണ്ഡലം ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് നമുക്കൊരു ചായ പറഞ്ഞിട്ട് അതിനെ പറ്റി പറയാം. ചേച്ചി ഒരു ചായ. ഈ നെടുമങ്ങാട് മണ്ഡലം കോൺഗ്രസും ജയിച്ചിട്ടുണ്ട്, അതായത് UDFും ജയിച്ചിട്ടുണ്ട്, LDFും ജയിച്ചിട്ടുണ്ട്. LDF ആ മണ്ഡലം CPIക്കാണ് കൊടുത്തിരിക്കുന്നത്. നെടുമങ്ങാട് BJP ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലം. CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഉണ്ടായിരുന്ന നീലങ്കൽ കുമാർ, അദ്ദേഹം കഴിഞ്ഞ വർഷം വരെ, ഒരു വർഷം മുമ്പ് വരെ CPIയുടെ കൗൺസിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം CPI വിട്ട് കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നെടുമങ്ങാട് മത്സരിക്കുന്നു എന്നുള്ള. പക്ഷെ അവിടുത്തെ ഒരു സ്ഥിതി എന്താ വെച്ച് കഴിഞ്ഞാൽ 1991-ലും 96-ലും 2011-ലും പാലോട് രവി, കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് നെടുമങ്ങാട്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JR പത്മകുമാർ മത്സരിച്ചപ്പോൾ 29,000 വോട്ടാണ് കിട്ടിയെങ്കിൽ 2016-ൽ അവിടെ VV രാജേഷ് മത്സരിച്ചപ്പോൾ ഏതാണ്ട് 35,000 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് BJPയുടെ ഒരു യുവമുഖമായിട്ടുള്ള യുവരാജ് ഗോകുലാണ്. 2011-ൽ പാലോട് രവി അവിടെ 5,000-ൽ പരം വോട്ടിനാണ് ജയിച്ചത്. എന്നാൽ 2016-ൽ പാലോട് രവിയെ ഒരു 3,000-ൽ പരം വോട്ടുകൾക്ക് CPIയുടെ C ദിവാകരൻ തോൽപ്പിച്ചു. എന്നാൽ 2021 ആകുമ്പോൾ 23,000 വോട്ടുകൾക്കാണ് കോൺഗ്രസിൻ്റെ PS പ്രശാന്തിനെ GR അനിൽ പരാജയപ്പെടുത്തുന്നത്. GR അനിലിനോട് വലിയ വിരോധമുള്ള ആളുകൾ അവിടെ മണ്ഡലത്തിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഭരണവിരുദ്ധ വികാരം നെടുമങ്ങാട് പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഈ PM ശ്രീ വിഷയത്തിൽ CPMനെ തിരുത്തിച്ച CPIയിൽ വലിയ റോൾ ആര് വഹിച്ചു? GR അനിലിൻ്റെ ഒരു നിലപാടാണ്, ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് CPIക്ക് അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളൊരു അങ്ങനെ ഒരു പ്രചരണം കൂടി നടക്കുന്നുണ്ട്. ഇത് ന്യൂനപക്ഷ വോട്ടുകളൊക്കെ നേടാൻ അത് സഹായിക്കുന്നുള്ളതാണ്. മാത്രമല്ല, അവിടെ ഒരു ഈ BJPയുടെ ഈ യുവരാജ് ഗോകുൽ വലിയ വോട്ട് പിടിക്കുന്നുള്ളതിൽ വലിയ സംശയമില്ല. GR അനിൽ തന്നെ വരും എന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചില്ല എങ്കിൽ, ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോയി നിലവിലെ മന്ത്രിമാരൊക്കെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ നെടുമങ്ങാട് GR അനിൽ തന്നെ വിജയിക്കാനാണ് സാധ്യത. GR അനിലിന് തന്നെയാണ് ഒരു 90% വിജയസാധ്യത അവിടെയുള്ളത്.